Good morning dears. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ സ്മോൾ ഓസിലേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. A particle of mass m moves with gravity on the smooth surface, the equation of which z is equal to x square plus y square minus xy. The x-axis being vertically pointing upwards. For such system, the equation of motion under small oscillation about the position of the stable equilibrium are given as x double dot plus 2gx minus gy is equal to 0, y double dot plus 2gy minus gx is equal to 0. സ്മോൾ ഓസിലേഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു x0 e റൈസ് ടു ഐ ഒമേഗ ടി ആൻഡ് y is equal to y0 e raised to I omega t. The angular frequency of the normal mode of the system r ഒമേഗയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ, രണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഇ റൈസ് ടു ഐ ഒമേഗ ടി. അപ്പം എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ x0 ഇൻറ്റു ഐ ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ ടി ആയിരിക്കും. എക്സ് ഡബിൾ ഡോട്ട് ആകുമ്പോൾ x0 ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇ റൈസ് ടു ഐ ഒമേഗ ടി ആയിരിക്കും. നമുക്കറിയാം ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ മൈനസ് x0 ഒമേഗ സ്ക്വയർ ഇ റൈസ് ടു ഐ ഒമേഗ ടി ആയിരിക്കും. ഇനി y is equal to y0 e റൈസ് ടു ഐ ഒമേഗ ടി ആണ്. അപ്പോൾ y ഡോട്ട് എടുക്കുമ്പോൾ y0 ഐ ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ ടി കിട്ടും. y ഡബിൾ ഡോട്ട് വരുമ്പോൾ മൈനസ് y0 ഒമേഗ സ്ക്വയർ ഇ റൈസ് ടു ഐ ഒമേഗ ടി കിട്ടും. നമുക്കിത് ഈ രണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x0 ഒമേഗ സ്ക്വയർ ഇ റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് പ്ലസ് 2g x0 ഇ റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് ജി ഇൻറ്റു y എന്താണ് y0 ഇ റൈസ് ടു ഐ ഒമേഗ ടി ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ വന്നിട്ട് മൈനസ് y0, അതായത് നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. y0 ഒമേഗ സ്ക്വയർ ഇ റൈസ് ടു ഐ ഒമേഗ ടി പ്ലസ് 2g y0 ഇ റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് ജി ഇൻറ്റു x0 ഇ റൈസ് ടു ഐ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷനിലും ഇ റൈസ് ടു ഐ ഒമേഗ ടി ക്യാൻസൽ ചെയ്ത് കളയാം. ഇക്വേഷൻ എങ്ങനെ വരും? x0 ഒമേഗ സ്ക്വയർ പ്ലസ് 2g x0 മൈനസ് ജി y0 is equal to 0 മൈനസ് y0 ഒമേഗ സ്ക്വയർ പ്ലസ് 2g y0 മൈനസ് ജി x0 equal to 0. ഇതിൻ്റെ അകത്തുനിന്ന് x0 പുറത്തെടുക്കുകയാണെങ്കിൽ 2g മൈനസ് ഒമേഗ സ്ക്വയർ x0 മൈനസ് ജി y0 equal to 0 നമുക്ക് എഴുതാം. അതുപോലെ ഇതിൽ നിന്ന് y0 പുറത്തെടുക്കുകയാണെങ്കിൽ 2g മൈനസ് ഒമേഗ സ്ക്വയർ y0 മൈനസ് ജി x0 equal to 0 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിനെ ഞാൻ മെട്രിക്സ് ഫോമിലേക്ക് ആക്കാൻ പോവാം. മെട്രിക്സ് ഫോമിലാകുമ്പോൾ എങ്ങനെ വരും? 2g മൈനസ് ഒമേഗ സ്ക്വയർ x0 മൈനസ് ജി, ഇവിടെ മൈനസ് ജി 2g മൈനസ് ഒമേഗ സ്ക്വയർ y0. ഈ മെട്രിക്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ കിട്ടില്ലേ? 2g മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു x0 മൈനസ് ജി y0 is equal to 0 മൈനസ് ജി ഇൻറ്റു x0 2g മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു y0 equal to 0. അപ്പോൾ നമുക്കറിയാം എന്തായാലും x0യും y0യും 0 ആവത്തില്ല, അത് കോൺസ്റ്റൻസ് ആണ്. പിന്നെ 0 ആവാൻ ചാൻസ് ഉള്ളത് എന്താ? ഈ മെട്രിക്സ് 0 ആവാം. അതായത് 2g മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് ജി 2g മൈനസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2g മൈനസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ജി സ്ക്വയറും കൂടെ പ്ലസ് ജി മൈനസ് ജി സ്ക്വയറും കൂടെ പ്ലസ് ജി സ്ക്വയറും ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് a²
മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ ഇത് എ ഇത് ബി ആണ്, അതെങ്ങനെ വരും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ 2g മൈനസ് ഒമേഗ പ്ലസ് ജി ഒമേഗ സ്ക്വയർ പ്ലസ് ജി ഇൻറ്റു 2g മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് ജി സി ഈക്വൽ ടു 0. അപ്പോൾ ഇതെത്ര വരും? 3g മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ജി മൈനസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. ഇത് നമുക്ക് എന്തെഴുതാം? ഐദർ 3g മൈനസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 ഓർ ജി മൈനസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3g ഓർ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ജി.